ഹായ് ഓൾ, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ പരീക്ഷ 2024 നവംബർ 11 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു എക്സാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അധികം വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കാറ്റഗറി നമ്പർ 659/2023 ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് വരുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് 37,400 രൂപ മുതൽ 79,000 രൂപ വരെ പ്രതീക്ഷിക്കാം. നമ്പർ ഓഫ് വാക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈഡ് 14,321 പേരാണ്. എക്സാം ഡേറ്റ് 11/11/2024. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ 11/9/2024 ആണ് എന്ന കാര്യം കൂടെ ഒന്ന് പ്രത്യേകം ഓർത്തു വയ്ക്കുക. ഇനി ഒരു എക്സാമിൻ്റെ സിലബസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. മൊഡ്യൂൾ 1 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നൽകിയിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് എന്നാണ് ആ ഒരു മോഡ്യൂൾ ആണ് നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം മൊഡ്യൂൾ 2 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അവിടെ കവർ ചെയ്യേണ്ടത്. സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ധാരാളം സബ് ടോപ്പിക്സ് ഉണ്ട്. ഈ മൊഡ്യൂൾ 3 10 മാർക്കിൻ്റെ വെയിറ്റേജ് തന്നെയാണ്. കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന പാർട്ടാണ് അവിടെ കവർ ചെയ്യാനായിട്ടുള്ളത്. അതിനുശേഷം മൊഡ്യൂൾ 4 എഗെയിൻ 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ടോപ്പിക്. മൊഡ്യൂൾ 5 10 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. ഫാസ്റ്റനേഴ്സ് ആൻഡ് പവർ ട്രാൻസ്മിഷൻസ് എന്നാണ് ആ ഒരു മൊഡ്യൂളിൻ്റെ പേര്. മൊഡ്യൂൾ 6 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. മൊഡ്യൂൾ 7 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. ഫോർജിങ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. മൊഡ്യൂൾ 8 എഗെയിൻ 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. ഷീറ്റ് മെറ്റൽ വർക്ക് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. മൊഡ്യൂൾ 9 എഗെയിൻ 10 മാർക്സ് വെൽഡിംഗ്. അതുപോലെ മൊഡ്യൂൾ 10 മാർക്സ് ആണ് ലെയ്ത്ത് എന്ന് പറഞ്ഞ ടോപ്പിക്. ഇത്തരത്തിൽ 10 മോഡ്യൂൾസ് ആണ്. ഓരോ മോഡ്യൂൾസിനും 10 മാർക്കിൻ്റെ വെയിറ്റേജ് വെച്ച് 10 മോഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇനി ഏതൊക്കെ ബുക്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ റെഫർ ചെയ്യേണ്ടത്? ഒരുപാടൊന്നും വേണ്ട. നിവി ബേസ്ഡ് ആയിട്ടുള്ള ITA ഫിറ്റർ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി ടോപ്പിക്സ് മാത്രം നമ്മൾ റെഫർ ചെയ്താൽ പോരല്ലോ, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ധാരാളം റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ ഫിറ്റർ എക്സാംസ് ബൈ കേരള PSC ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാം. ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ ബൈ കേരള PSC, ITA അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഓഫ് ഫിറ്റർ ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ISRO VSSC ടെക്നീഷ്യൻ ഫിറ്റർ എക്സാംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. RRB ALP ട്രേഡ് ക്വസ്റ്റ്യൻസ് ഓഫ് ഫിറ്റർ, അതോടൊപ്പം അതർ സ്റ്റേറ്റ് PSC എക്സാംസ് ഓഫ് ഫിറ്റർ ട്രേഡ് എന്നിവയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഫുൾ സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പ്രീവിയസ് ലൈക്ക് ചാപ്റ്റർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യവും നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. ഇനി നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ നമുക്കൊന്ന് ജസ്റ്റ് അതിൻ്റെ ഫിഗേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. 14,321 കാൻഡിഡേറ്റ്സ് ആണ് ഇതുവരെ എക്സാംസിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൽ കൺഫർമേഷൻ കൊടുക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം ഇതിലെന്തായാലും കുറവായിരിക്കും. ഒരു 10,000 പേരായിരിക്കും കൺഫർമേഷൻ കൊടുക്കുന്നുണ്ടാവുക. അതിൽ തന്നെ സീരിയസ് ആസ്പിറൻസ് ഏകദേശം 1,000 പേരായിരിക്കും. അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കവറിങ് ഫുൾ സിലബസ്. ഇനി ഫുൾ സിലബസ് കവർ ചെയ്യുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആസ്പിറൻസോ അത് ഏകദേശം നമുക്കൊരു 500 പേരായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ വളരെ കുറച്ച് പേര് റിവിഷനും കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അത് ഏകദേശം നമുക്കൊരു 200 ആയിട്ട് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തന്നെ ക്വാളിറ്റി റിവിഷനും ഫുൾ സിലബസ് കവറേജും ഇനി മോക്ക് ടെസ്റ്റ് പ്രാക്ടീസും ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം അതിലും കുറവായിരിക്കും. നമുക്ക് ഏകദേശം ഒരു 100 പേര് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആവുന്ന ഏകദേശം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏകദേശം ഒരു 70 കാൻഡിഡേറ്റ്സ് ആണ്. അതിൽ തന്നെ അഡ്വൈസ് കിട്ടുന്നത് ഏകദേശം 40ഓളം പേർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോമ്പറ്റീഷൻ ലെവൽ വരുന്നത്. ഇത്രയും വലിയൊരു മാസീവ് ആപ്ലിക്കേഷൻ നമ്പർ കണ്ട് നിങ്ങൾ പേടിക്കണം. കാരണം വേക്കൻസീസ് കുറവാണ്. വേക്കൻസീസിൻ്റെ എണ്ണം വെച്ച് നോക്കുമ്പോഴത്തേക്ക് കൂടുതൽ ആളുകൾ എന്തായാലും ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതിൽ തന്നെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന യഥാർത്ഥ ആസ്പിരൻസിനോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അവരുടെ എണ്ണം വളരെ കുറവായിരിക്കുമെന്നുള്ളത് നമ്മുടെ ആ ഒരു സക്സസ് റേറ്റ് തീർച്ചയായിട്ടും കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ടോപ്പേഴ്സ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. നമ്മളൊരു പ്രിപ്പറേഷൻ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് റാങ്ക് കിട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും കൂടും. അപ്പോൾ എന്താണ് അതൊന്ന് നോക്കാം. ഫുൾ സിലബസ് കവറേജ്, അതോടൊപ്പം ഫുൾ റിവിഷനും കൃത്യമായിട്ടുള്ള ഗൈഡൻസോടെ മെൻറ്റർഷിപ്പോടെ കൃത്യമായിട്ടുള്ള മോഡൽ എക്സാമിൻ്റെ പ്രാക്ടീസും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പ്രിപ്പറേഷൻ
ടിപ്സ് ഒന്ന് നോക്കാം. അപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ രൂപീകരിക്കേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് 3 വഴികളാണുള്ളത്. ഏതെങ്കിലും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് ധാരാളം ടൈം ലാഭിക്കാനായിട്ട് പറ്റും. കാരണം നിങ്ങൾ റെഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. എല്ലാ റെഫറൻസും എല്ലാ നോട്ട്സും അവർ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസിൻ്റെ അവൈലബിലിറ്റി നിങ്ങൾക്ക് ഒരുപാടുണ്ടാവും. അതോടൊപ്പം മോഡൽ എക്സാമും കൃത്യമായിട്ട് ടൈം മാനേജ്മെൻറ്റോട് കൂടെ കൃത്യമായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള മോഡൽ എക്സാമും ഗൈഡൻസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതുകൊണ്ട് ധാരാളം ടൈം നമുക്കിവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ചിലരുണ്ട് സെൽഫ് സ്റ്റഡി തന്നെ, അതായത് സിലബസ് അവർ സ്വന്തമായിട്ട് കവർ ചെയ്തതിന് ശേഷം മോക്ക് ടെസ്റ്റുകളും മെൻറ്റർഷിപ്പും കൃത്യമായിട്ട് അവർ എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഓപ്ഷൻ, അടുത്തൊരു ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി വിത്ത് യുവർ ഓൺ സ്ട്രാറ്റജി. നമുക്ക് സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി ആ ഒരു സ്ട്രാറ്റജിയിലൂടെ കൃത്യമായിട്ടുള്ള സെൽഫ് സ്റ്റഡി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ 3 രീതിയിലാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്ന് ഏതാണോ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു സ്ട്രാറ്റജി അത് നിങ്ങൾക്ക് തീരുമാനിക്കുന്നതാണ്. ഇനി നമ്മുടെ പ്രിപ്പറേഷൻ ഫേസിനെ പ്രധാനമായിട്ട് 2ആയിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തത് ഫേസ് 1 ആണ്. അപ്പോൾ ഫേസ് 1ൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് ഏർലി ടു ഹാവ് ഇനഫ് ടൈം. എത്രയും നേരത്തെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അതായത് എക്സാമിന് 40 ദിവസം മുമ്പ് തന്നെ ഈ ഒരു ഫേസ് തീർന്നിരിക്കണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പ്രയോറിറ്റൈസ് ടോപ്പിക് ഫ്രം സിലബസ് ആൻഡ് ഡിവൈഡ് യുവർ എഫിഷ്യൻറ്റ് ടൈം ഇൻറ്റു 3 ഡിഫറെൻറ്റ് ലെവൽസ്: സ്റ്റഡി, റിവിഷൻ ആൻഡ് പ്രാക്ടീസ്. സ്റ്റഡി, റിവിഷൻ, പ്രാക്ടീസ്, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം എഫക്റ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. കൃത്യമായിട്ട് സ്മാർട്ടായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ടോപ്പിക്സ് സിലബസിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. അതിനുശേഷം ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫേസിൽ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം, മൈൻഡ് മാപ്പിംഗ് ചെയ്യാം, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് അതിൽ കൂടുതൽ എംഫസൈസ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. ഇനി ഫേസ് 2 വരുന്നത് ലാസ്റ്റ് 40 ഡേയ്സിൽ അഡോപ്റ്റ് ഷോർട്ട് റിവിഷൻ മെത്തേഡ്സ് ഫ്രം യുവർ നോട്ട്സ് ആൻഡ് റിവൈസ് യുവർ കോൺസെപ്റ്റ്. നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഫേസ് 1ൽ മൈൻഡ് മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ നോട്ട്സിൽ നിന്നും സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്നും മറ്റും നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റിവിഷൻ മെത്തേഡ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ പറ്റാവുന്നിടത്തോളം ഏറ്റവും കുറഞ്ഞ 20 എക്സാമെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ PSC മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ വളരെ ഈസി ലെവലായിട്ടുള്ള വളരെ ഡിഫിക്കൽട്ട് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഡിഫിക്കൽട്ട് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കുറയാനും വളരെ ഈസി ആണെങ്കിൽ നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആവാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് PSC മോഡലിൽ തന്നെയുള്ള മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഡു ഓവറോൾ റിവ്യൂ ഓഫ് സബ്ജക്ട്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ മിസ്സിംഗ് ഏരിയാസ്. ആ ഒരു മോക്ക് ടെസ്റ്റ് കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഏതൊക്കെ ഏരിയാസ് ആണ് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ലഭിക്കുള്ളൂ. ആ മിസ്സിംഗ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ പെൻഡിങ് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഇവാലുവേറ്റ് യുവർ സെൽഫ് ആൻഡ് ലേൺ ഫ്രം യുവർ മിസ്റ്റേക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്കിൽ നിന്നും ലേൺ ചെയ്യാനുള്ള ഇവാലുവേഷൻ നടത്താനുള്ള ഒരു ടൈമാണ് ഇനി ബാക്കിയുള്ളത്. അതിന് ബേസ് ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ധാരാളം റെഫറൻസ് ബുക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ റെഫറൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ റെഫറൻസ് ബുക്കിൽ നിന്നും ഈ ഒരു സിലബസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുക, അതിനേതായിട്ട് ഒരു ആക്ഷൻ പ്ലാനോടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. ഇതെല്ലാം വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങളുടെ ഗൈഡ് ചെയ്യാനും ഒരു പ്രോപ്പർ ചാനലിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും കൃത്യമായിട്ടുള്ള ഒരു ഒതൻറ്റിക്കായ ഇൻസ്റ്റിറ്റ്യൂഷന് സാധിക്കും. അത്തരത്തിൽ ടെക് PSC ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ പരീക്ഷയുടെ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ഇൻട്രാക്ഷൻസും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും. ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെൻറ്റർഷിപ്പിനുമുള്ള അവസരങ്ങളും അതോടൊപ്പം 3000-ലധികം ടോപ്പിക് വൈസ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളും 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടിയാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം, നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കുവാനും സാധിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ടെക് PSCയുടെ സ്പെഷ്യൽ ഓണം ഓഫറായിട്ടുള്ള വെറും 1499 എന്ന നിസ്സാരമായ പ്രൈസിൽ സ്വന്തമാക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസകൾ.